ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ ടോപ്പിക് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ പല മെത്തേഡ്സ് ഉണ്ട്. അതായത് ബോയിൽ ചെയ്യും, നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത് ബോയിൽ ചെയ്ത് ഉപയോഗിക്കും. അതുപോലെ സെഡിമെൻറ്റേഷൻ ഉപയോഗിക്കും. സെഡിമെൻറ്റേഷൻ പല ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്രേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻസ് ഉണ്ട്, അൾട്രാവയലറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ്. ഇങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്മോൾ സ്കെയിൽ വാട്ടർ പ്യൂരിഫയിങ് മെത്തേഡ്സും ലാർജ് സ്കെയിൽ പ്യൂരിഫയിങ് മെത്തേഡ്സും. അതായത് സ്മോൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം, പ്യൂരിഫൈ ചെയ്തെടുക്കാം. ഇനി ലാർജ് സ്കെയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ നദിയിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ അതാണ് ലാർജ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്യൂരിഫിക്കേഷൻ ഓൺ സ്മോൾ സ്കെയിൽ നോക്കാം. ഇതിൽ വരുന്നത് ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറും ഡിസിൻഫെക്ഷൻ ഓഫ് വെൽസ്, അതായത് കിണറുകളൊക്കെ ഇല്ലേ, അത് ഡിസിൻഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്കെയിലിൽ വരുന്നത്. അതിൽ ഈ ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷനിലാണെങ്കിൽ 3 മെത്തേഡ്സ് ഉണ്ട്: ഫിസിക്കൽ, കെമിക്കൽ, മെക്കാനിക്കൽ. അതിൽ ഫിസിക്കലിൽ വരുന്നതാണ് ഈ ബോയിലിംഗ്. അതായത് 5 to 10 മിനിറ്റ്സ് വരെ നമ്മൾ ബോയിൽ ചെയ്യുമ്പം സ്പോർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ മൈക്രോ ഓർഗാനിസവും നശിക്കുകയും അതേപോലെ ഹാർഡ്നെസ് ഉണ്ടല്ലോ, ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ട്, അപ്പോൾ അതിൽ ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുമ്പം അതിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേസും ബൈകാർബണേസുമാണ്. അപ്പോൾ ബോയിൽ ചെയ്യുമ്പം, നന്നായിട്ട് ബോയിലിംഗ് ചെയ്യുമ്പം ഇതിൻ്റെ ഹാർഡ്നെസ് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഹാർഡ്നെസ് മാറുന്നത്. അടുത്ത മെത്തേഡ്സാണ് കെമിക്കൽ മെത്തേഡ്സ്. ഈ കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ, അതായത് ക്ലോറിൻസിൻ്റെ ഫോംസ്, ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ ടാബ്ലറ്റ്സ്, ക്ലോറിൻ സൊല്യൂഷൻ, അയഡിൻ സൊല്യൂഷൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നിവയൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടേബിൾ അടുത്ത സ്ലൈഡിലുണ്ട്, അത് നോക്കാം. അപ്പോൾ ക്ലോറിൻ്റെ പല ഫോമാണ് ഈ ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ ടാബ്ലറ്റ്സ് എന്നിവയൊക്കെ. ഇപ്പോൾ ഈ ക്ലോറിൻ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഗ്യാസ് ഫോമിലും ഉപയോഗിക്കാം, പൗഡർ ഫോമിലും ഉപയോഗിക്കാം. ക്ലോറിൻ ഗ്യാസ് ഫോമിൽ ഉപയോഗിക്കുന്നത് നമുക്ക് വലിയ ട്രീറ്റ്മെൻറ്റ്, ലാർജ് സ്കെയിൽ ഉണ്ടല്ലോ, ഇപ്പം നദികൾ, അതിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഗ്യാസ് ഫോം ഉപയോഗിക്കുന്നത്. ഇനി പൗഡർ ഫോമിലാണെങ്കിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ, ഇങ്ങനെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ, ടാബ്ലറ്റ്, ഇതിലൊക്കെ നമ്മൾ ക്ലോറിൻ പൗഡർ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ബ്ലീച്ചിങ് പൗഡറിനെ പറ്റി നോക്കാം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ പേരാണ് ക്ലോറിനേറ്റഡ് ലൈം. നമ്മൾ ഫ്രഷായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് പൗഡറിൽ 33.3% ഓഫ് അവൈലബിൾ ക്ലോറിൻ ഉണ്ടാവണം. ഇതിൻ്റെ ഈ ക്ലോറിനേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എൻഷുർ എ ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ഓഫ് 0.5 mg/L അറ്റ് ദി എൻഡ് ഓഫ് 1 hour കോണ്ടാക്ട്. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം കോണ്ടാക്റ്റ് വാട്ടറായിട്ട് ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് നന്നായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടർബിഡ് ആയിട്ടുള്ള വാട്ടറിലൊന്നും ബ്ലീച്ചിങ് പൗഡർ ശരിയാവില്ല. അടുത്തത് ക്ലോറിൻ ടാബ്ലറ്റ്സ് ആണ്. അവയുടെ മറ്റൊരു പേരാണ് ഹാലസോൺ ടാബ്ലറ്റ്സ്. അതായത് 20 ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഒരു സിംഗിൾ ടാബ്ലറ്റ് മതി. അതായത് 0.5 ഗ്രാമാണ് ക്ലോറിൻ ടാബ്ലറ്റിൻ്റെ കണക്ക്. ഈ പറയുന്ന ഈ ടേബിളിലുള്ള എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഈ ക്ലോറിൻ ടാബ്ലറ്റ്സിൽ സാധാരണ കാണപ്പെടുന്നത് ആലം, ബ്ലീച്ചിങ് പൗഡർ, സോഡിയം ബൈകാർബണേറ്റ് എന്നിവയൊക്കെയാണ്. അടുത്തത് അയഡിൻ ആണ്. അതായത് 2 drops ഓഫ് 2% എഥനോൾ സൊല്യൂഷൻ ഓഫ് അയഡിൻ ഈസ് സഫിഷ്യൻറ്റ് ഫോർ 1 liter ഓഫ് ക്ലിയർ വാട്ടർ. അപ്പോൾ 1 ലിറ്ററിന് വേണ്ടത് 2 drops ഓഫ് 2% എഥനോൾ സൊല്യൂഷനാണ്. ഇതിൽ മിനിമം കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത് 20 to 30 മിനിറ്റ് ആണ്. പക്ഷേ ഈ അയഡിൻ സൊല്യൂഷൻ നമുക്ക് റെഗുലർ യൂസിന് കൊള്ളില്ല. കാരണം തൈറോയ്ഡ് പോലെയുള്ള ഓർഗൻസായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് അയഡിൻ പെർമനൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതായത് വിബ്രിയോ കൊളറ വരെ നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്, പക്ഷേ ഇതും ലോങ് യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. ഇനി ഈ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ വാട്ടറിൻ്റെ pH അവർ പറയുന്ന റെക്കമെൻഡഡ് ഇത് പറയുന്നത് 6.5 to 8.5 ആണ്. അതുപോലെ TSS 500 ആണ് പറയുന്നത്. പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2000 ആണ്.
അതുപോലെ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പാരാമീറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതിൽ കാഡ്മിയം ലിമിറ്റ് പറഞ്ഞേക്കുന്നത് 0.003 ആണ്. സയനൈഡ് 0.05, ലെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 0.01, മെർക്കുറിയും ഇമ്പോർട്ടൻ്റ് ആണ് 0.001. സാധാരണ ലെഡും മെർക്കുറിയൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ലാസ്റ്റിൽ ആർസനിക് ആണെങ്കിൽ 0.01ഉം ക്രോമിയം ആണെങ്കിൽ 0.05ഉം. ആർസനിക് 0.01 പറഞ്ഞിരുന്നു. ഇനി ഫ്ലൂറൈഡ്സ് ആണെങ്കിൽ 1.5 ആണ്. ക്ലോറൈഡ്സ് ആണെങ്കിൽ 1000 ലിറ്ററിൽ 250 ആണ്. റെസിജ്വൽ ക്ലോറിൻ ആണെങ്കിൽ 0.2. pH നമ്മൾ പറഞ്ഞിരുന്നു 6.5 to 8.5. അപ്പോൾ ഈ ടേബിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിൻറ്റ്സും പഠിച്ച് വെച്ചിരിക്കണം. പ്രത്യേകിച്ച് ലെഡ് അങ്ങനെയുള്ള എല്ലാം പഠിക്കണം. ഇനി മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ നോക്കാം. അതിൽ ഈക്കോളൈ എന്ന് പറഞ്ഞാൽ എന്താ, തെർമോ ടോളറൻറ്റ് കോളിഫോം ബാക്ടീരിയ ആണ്. അതായത് അത് വെള്ളത്തിൽ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഈവൻ നമ്മളൊരു 100 ml സാമ്പിൾ എടുത്താൽ പോലും അതിനകത്ത് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഈക്കോളൈ എത്ര ഉണ്ടാവുമെന്ന്. എന്നിട്ട് കുറച്ച് പോയിൻറ്റ്സ് 1.001, 0.5 എന്നിങ്ങനെ തരും. അപ്പം ഒട്ടും പാടില്ല. ഷാൾ നോട്ട് ബി ഡിക്റ്റേറ്റബിൾ ഇൻ എനി 100 ml സാമ്പിൾ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്യൂരിഫിക്കേഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇനി ലാർജ് സ്കെയിൽ, അതായത് നദിയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം എടുത്തിട്ട് എങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്യൂരിഫിക്കേഷനിൽ പല മെത്തേഡ്സ് വരും. കൊയാഗുലേഷൻ, സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, സ്റ്റോറേജ്. അപ്പോൾ എല്ലാം ഷോർട്ടാക്കിയേ പറയുന്നുള്ളൂ, കാരണം നമുക്ക് കുറേ MCQ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അതൊക്കെ ചോദിക്കാനായിരിക്കും ചാൻസ്. എങ്കിലും തിയറി കൂടുതൽ പഠിച്ച് വെച്ചിരിക്കണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ സീവേജ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ ബൈ പാർക്ക്, കെ പാർക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ ടെക്സ്റ്റാണ് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. അപ്പോൾ ഈ ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതിൻ്റെ PDF ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിൽ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷനിൽ ആദ്യം നമ്മൾ ഈ വാട്ടർ നദിയിൽ നിന്നൊക്കെ എടുത്തിട്ട് കുറേ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത ശേഷം 2 ടൈപ്പ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒന്നുകിൽ സ്ലോ സാൻഡ് ഓർ ബയോളജിക്കൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. അത് റാപ്പിഡ് സാൻഡിൻ്റെ മറ്റൊരു പേരാണ് മെക്കാനിക്കൽ ഫിൽറ്റേഴ്സ്. ആദ്യം സ്ലോ സാൻഡ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫിൽറ്റർ എന്താണെന്ന് നോക്കാം. ഇതിൽ ആദ്യം വരുന്ന ലെയർ റോ വാട്ടറാണ്. നെക്സ്റ്റ് ബെഡ് ഓഫ് ഗ്രേഡഡ് സാൻഡ്, അതിന് താഴെ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം, പിന്നീട് എ സിസ്റ്റം ഓഫ് ഫിൽറ്റർ കൺട്രോൾ വാൽവ്സ്. ഇത്രയും കാര്യങ്ങൾ വരും. ഇതൊന്നും അധികം കാണാതെ പഠിക്കണമെന്ന് തോന്നുന്നില്ല. ഇതിൽ റോ വാട്ടർ എന്ന് പറയുമ്പം ഒരു സാൻഡ് ബെഡിന് മുകളിലായിട്ട് ഒരു 1 to 1.5 മീറ്ററിൽ വെള്ളം നിർത്തിയേക്കും. അതായത് ഒരു 3 to 12 hours വരെ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ നിർത്തിയേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് സാൻഡ് ബെഡ് എന്ന് പറയുന്നത്. അതായത് 1 മീറ്റർ തിക്നെസ്സിൽ സാൻഡ് നിരത്തിയേക്കും. ഇങ്ങനെ കുറേ മണിക്കൂർ ഈ റോ ആയിട്ടുള്ള വാട്ടർ സാൻഡിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എന്ത് പറ്റും, ഒരു ആൽഗെ ലെയർ ഉണ്ടാവും. അതായത് നമ്മുടെ ആൽഗെ ഉണ്ടല്ലോ, പായൽ പോലെ ഒരു ലെയർ ഉണ്ടാവും. അപ്പോൾ ഈ സ്ലോ സാൻഡ് ഫിൽറ്റർ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫിൽറ്റർ എന്ന പേര് വരാൻ കാര്യം തന്നെ ഈ ആൽഗയുടെ ലെയറാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് വൈറ്റൽ ലെയർ, അല്ലെങ്കിൽ സൂഗ്ലിയൽ ലെയർ, അതല്ലെങ്കിൽ ബയോളജിക്കൽ ലെയർ. അപ്പോൾ അത് സ്ലോ സാൻഡ് ഫിൽറ്ററിലാണ് കാണപ്പെടുന്നതെന്ന് ഓർക്കുക. ഇങ്ങനെ ഈ വൈറ്റൽ ലെയർ അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ ലെയർ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റൈപ്പനിങ് ഓഫ് ദി ഫിൽറ്റർ എന്നുകൂടി അറിയപ്പെടുന്നത്. ഇനി സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ ഹാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബയോളജിക്കൽ ലെയർ അല്ലെങ്കിൽ ഈ വൈറ്റൽ ലെയറാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫിൽറ്ററായ വാട്ടർ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം വഴി കൺട്രോൾ വാൽവ്സ് വഴിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. അടുത്തതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് സാൻഡ് ഓർ മെക്കാനിക്കൽ ഫിൽറ്റർ. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഗ്രാവിറ്റി ടൈപ്പും ഉണ്ട്, പ്രഷർ ടൈപ്പും ഉണ്ട്. ഗ്രാവിറ്റി ടൈപ്പിന് പറയുന്ന പേരാണ് പാറ്റേഴ്സൺസ് ഫിൽറ്ററും, പ്രഷർ ടൈപ്പാണ് കാൻഡീസ് ഫിൽറ്ററും. ഇതിൽ വരുന്ന കുറച്ചും കൂടെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ. അതായത് കൊയാഗുലേഷൻ, ആലമൊക്കെ ചേർത്ത് കൊയാഗുലേറ്റ് ചെയ്യും. പിന്നെ റാപ്പിഡ് മിക്സിംഗ്, ഫ്ലോക്കുലേഷൻ, സെഡിമെൻറ്റേഷൻ, ഇങ്ങനെ കുറേ പ്രൊസീജിയർ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ വരുന്നുണ്ട്. സാധാരണ നമ്മുടെ ഡാമിലൊക്കെ ചെയ്യുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിവറിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഡാമിലൊക്കെ ശേഖരിച്ച ശേഷം ആലവുമായിട്ട് ചേർത്തിട്ട് മിക്സിങ് ചേമ്പറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം ഫ്ലോക്കുലേഷൻ ചേമ്പറിലേക്ക് പോകും. അവിടെ ഇത് കുറേ മണിക്കൂറിലിരിക്കുമ്പോൾ സെഡിമെൻറ്റേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലിയർ വാട്ടറാണ്
ക്ലിയർ വാട്ടറിൽ വീണ്ടും ക്ലോറിനേഷൻ നടത്തിയിട്ടാണ് കൺസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ കൊയാഗുലേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആലോവായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. 5 to 40 milligram ഓഫ് ആലോമാണ് ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അതിനുശേഷം ഈ ആലോവും വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മിക്സിംഗ് ചേമ്പറിൽ റാപ്പിഡ് മിക്സിംഗ് നടക്കും. അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് ഫ്ലോക്കുലേഷൻ. ഇവിടെ ഒരു 30 മിനിറ്റെങ്കിലും ഈ പ്രൊസീജിയർ നടക്കും. അതിനുശേഷം വെള്ളം സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് പോകും. സെഡിമെൻറ്റേഷൻ ടാങ്കിൽ 2 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ വെള്ളം സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ആ ടൈമിൽ ഈ ബാക്ടീരിയയും മറ്റ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം വന്ന് താഴെ സെഡിമെൻറ്റ് ചെയ്യും. അങ്ങനെ താഴെ സെഡിമെൻറ്റ് ചെയ്യുന്ന വേസ്റ്റാണ് സ്ലഡ്ജ് എന്നറിയപ്പെടുന്നത്. സെഡിമെൻറ്റ് ചെയ്ത് ആ മുകളിലുള്ള വെള്ളം പിന്നെ ഫിൽറ്റേഴ്സിലേക്ക് പോകും. ഈ ഫിൽറ്റേഴ്സിൽ കുറച്ച് സാൻഡ് ഉണ്ടാവും. പിന്നെ പെർഫറേറ്റഡ് പൈപ്പ്സ്, അതായത് ചെറിയ ചെറിയ ഹോൾസ് ഉള്ള പൈപ്പ്സ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിരത്തി വെച്ചിരിക്കും. അപ്പോൾ ഇവിടെയും സൂഗ്ഡിയൽ ലെയർ ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും ആവശ്യമുള്ള വെള്ളമെല്ലാം ഫിൽറ്റർ ചെയ്ത ശേഷം ബാക്ക് വാഷിംഗ് എന്നൊരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് വാഷിംഗ് നടക്കുന്നത് ഫിൽറ്ററിലാണ്. ബാക്ക് വാഷിംഗ് മീൻസ് വീണ്ടും ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ഈ സാൻഡ് ബെഡിൽ, ഫിൽറ്ററിലുള്ള സാൻഡ് ബെഡിൽ അടിഞ്ഞുകൂടിയ മണ്ണിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് റിവേഴ്സായിട്ട് വെള്ളം ഫ്ലോ ചെയ്തിട്ട് ബാക്ക് വാഷ് ചെയ്യും. അപ്പോൾ ബാക്ക് വാഷിംഗ് ഉള്ളത് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ മെത്തേഡിലാണ്. അങ്ങനെ ഫിൽറ്റർ വഴി കിട്ടിയ ക്ലിയർ വാട്ടർ, അതിനെയാണ് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനേഷൻ പഠിക്കാം. ഈ ക്ലോറിനേഷൻ ചെയ്യുമ്പം പതോജനിക് ബാക്ടീരിയാസ് എല്ലാം നശിക്കും, പക്ഷേ സ്പോർസ് ഒന്നും നശിക്കില്ല. ചില വൈറസുകളും നശിക്കില്ല. അതായത് പോളിയോ വൈറസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഇതൊന്നും ഈ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ട് മാറില്ല. പക്ഷേ ഈ ക്ലോറിൻ ഹൈ എമൗണ്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയൊക്കെ കൊല്ലും. അതല്ല നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഡോസ് ആണെങ്കിൽ സ്പോർട്സിനെയും വൈറസിനെയും ഒന്നും നശിപ്പിക്കില്ല. അതുപോലെ ഈ ക്ലോറിനേഷൻ ചെയ്യുന്നതുകൊണ്ട് ഇത് അയണിനെയും മാംഗനീസ്, ഹൈഡ്രജൻ സൾഫൈഡ് ഇതിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യും. അതുപോലെ ആൽഗെ, അതേപോലത്തുള്ള സ്ലൈമി ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെയൊക്കെ ഗ്രോത്തിനെ തടയും. നമ്മൾ ഈ ക്ലോറിൻ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പം അവിടെ സംഭവിക്കുന്നത് എന്തായി മാറും? ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. അപ്പോൾ ഈ വാട്ടറിൻ്റെ ആൽക്കലൈൻ നേച്ചർ കാരണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ന്യൂട്രലൈസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് ക്ലോറിൻ്റെ ഡിസിൻഫെക്ഷൻ ആക്ഷൻ ആരൊക്കെ കാരണമാണ്? പ്രധാനമായിട്ടും ഹൈപ്പോക്ലോറസ് ആസിഡും അതേപോലെ കുറച്ച് ഹൈപ്പോക്ലോറൈറ്റ് അയൺസ് കാരണവുമാണ് ഡിസിൻഫെക്ഷൻ സംഭവിക്കുന്നത്. ഈ ക്ലോറിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ pH ഏകദേശം സാധാരണ 7 pH നിൽക്കുന്നതാണ് ഇവർക്ക് കുറച്ച് നല്ലത്. പിന്നെ സാധാരണ ഇതിനെ ലാർജ് സ്കെയിലിൽ ഗ്യാസ് ഫോമിലാണ് ഈ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നത്. വാട്ടർ പ്യൂരിഫിക്കേഷനിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ. ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ അപ്പിയേഴ്സ് ആഫ്റ്റർ എൻറ്റയർ കമ്പൈൻഡ് ക്ലോറിൻ റെസിഡ്യുവൽ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. അതായത് കറക്റ്റ് ക്ലോറിനേഷൻ നടക്കുന്ന ആ ഒരു പോയിൻ്റാണ് ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ. ഇവിടെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലോറിൻ റെസിഡ്യുവൽ എല്ലാം കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ആയിരിക്കണം. അതായത് ക്ലോറിൻ്റെ അളവ് ഒരുപാട് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ പാടില്ല. കറക്റ്റ് പോയിൻറ്റിനെയാണ് ബ്രേക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് കൂടുതൽ നമ്മൾ ക്ലോറിൻ ചേർത്താൽ വീണ്ടും ഫ്രീ ക്ലോറിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് സീവേജ്? സീവേജ് ഈസ് ഡിഫൈൻഡ് ആസ് വേസ്റ്റ് വാട്ടർ ഓർ മാറ്റർ ഫ്രം ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ക്യാരിഡ് അവേ ഇൻ സീവേജ് ആൻഡ് ഡ്രെയിൻസ്. അത് നമ്മൾ വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, ഹ്യൂമൻ എക്സ്ക്രീറ്റ, യൂറിൻ, വാഷ് വാട്ടർ, ലിക്വിഡ് വേസ്റ്റ്, അതായത് കിച്ചണിൽ നിന്നും ബാത്റൂമിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വെള്ളം, ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു വെള്ളത്തെയാണ് സീവേജ് വാട്ടർ എന്ന് പറയുന്നത്. സാധാരണ സിറ്റികളിലൊക്കെ ആണെങ്കിൽ ഈ സീവേജ് പ്രത്യേകം ചാനലിൽ കൂടെ പോയിട്ട് സീവേജ് പ്ലാന്റിൽ ചെന്നിട്ടാണ് അത് പ്യൂരിഫൈ ചെയ്യുന്നത്. അതിൽ 4 ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. പ്രിലിമിനറി ഉണ്ട്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം സീവേജ് കളക്ട് ചെയ്ത് പ്ലാന്റിലെത്തി. അപ്പോൾ അവിടെ പ്രിലിമിനറി ആയിട്ട് നടക്കുന്നത് സ്ക്രീനിങ് ചേമ്പറാണ്, അല്ലെങ്കിൽ ഗ്രിറ്റ് ചേമ്പർ എന്ന് പറയും. അതായത് ഇപ്പം ഈ സീവേജ് വെള്ളത്തിൻ്റെ കൂടെ തടി അങ്ങനത്തെ വലിയ സോളിഡ് വേസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം തടഞ്ഞു നിർത്തുന്നതാണ് സ്ക്രീനിങ് അല്ലെങ്കിൽ ഗ്രിറ്റ് ചേമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി കഴിഞ്ഞിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു ടാങ്കിലെന്ന് വെച്ചാൽ 6 മണിക്കൂർ വരെ ഈ നമ്മൾ ഗ്രിറ്റ് മാറ്റിയ വെള്ളം കീപ്പ് ചെയ്യും. ആ ടൈമിലാണ് സ്ലഡ്ജ് എന്ന കാര്യം സ്ലഡ്ജ് എന്ന് വെച്ചാൽ
സസ്പെൻഡഡ് ഓർഗാനിക് മാറ്ററാണ്. അതെല്ലാം കൂടെ താഴെ സെറ്റിലാവുന്ന ആ ചെളിയെല്ലാം കൂടി സെറ്റിലാവില്ലേ, അതിനാണ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സീവേജ് വെള്ളം എഫ്ലുവൻ്റ് ആയിട്ടും മാറി, വേസ്റ്റ് എല്ലാം കൂടെ സ്ലഡ്ജായിട്ട് മാറി. അപ്പോൾ സ്ലഡ്ജ് പിന്നെ നമ്മൾ പ്രത്യേകം വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അതായത് സ്ലഡ്ജ് ഡൈജഷൻ ചെയ്ത് സ്ലഡ്ജ് ഡിസ്പോസലാകും. അതിനുശേഷം അത് ഫാമിങ്ങിന് വേണ്ടിയിട്ടൊക്കെ, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റാണ് എഫ്ലുവൻ, അതായത് സ്ലഡ്ജൊക്കെ മാറ്റിയ വെള്ളം. അത് നെക്സ്റ്റ് പോകുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലേക്കാണ്. ഇവിടെ എയറോബിക് ഓക്സിഡേഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അത് 2 ടൈപ്പ് ഉണ്ട്, ബയോ ഫിൽട്രേഷനും ബയോ എയറേഷനും. അപ്പോൾ ഇവിടെയും നമ്മുടെ വൈറ്റൽ ലെയർ, സൂഗ്ലിയൽ ലെയർ ഇല്ലേ, സൂഗ്ലിയൽ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ബയോ എയറേഷൻ്റെ മറ്റൊരു പേരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. അതിനുശേഷമാണ് ടേർഷറി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അതിനുശേഷം ഈ വാട്ടർ എന്താവും, 3ാമത്തെ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് വാട്ടർ ക്ലിയർ ആവും. അതിനുശേഷമാണ് ഈ കടലിലേക്കും കായലിലേക്കുമൊക്കെ സീവേജ് വാട്ടറിനെ കടത്തിവിടുന്നത്. ഈ ടേബിൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സീവേജ് പഠിക്കുമ്പം ഈ 3 വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, BOD, COD, TOD. സാധാരണ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അതായത് ഈ സീവേജിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ അസസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിവ. ആദ്യം BOD എന്താണെന്ന് നോക്കാം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് BOD. BOD ക്യാൻ ബി ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഓക്സിജൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി എയറോബിക് ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. അതായത് റേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഓക്സിജൻ ബൈ മൈക്രോ ഓർഗാനിസംസ്. ഇത് മെഷർ ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ ദി ഓക്സിജൻ ബിറ്റ്വീൻ ഇനിഷ്യൽ സാമ്പിൾ ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് ഇൻക്യുബേഷൻ ഫോർ 5 days അറ്റ് 200 അല്ല 20 degree Celsius ആണേ, 20 degree Celsius ഓർ ഫോർ 3 days അറ്റ് 27 degree Celsius. അതായത് ഇനിഷ്യൽ സാമ്പിളും ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ടുള്ള സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്, ഓക്സിജനിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് BOD കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻക്യുബേഷന് വേണ്ടിയിട്ട് 5 ദിവസം വരെ ഇൻക്യുബേഷൻ ആണെങ്കിൽ 20 degree Celsiusഉം 3 days ഉള്ളെങ്കിൽ 27 degree Celsiusലും ഈ വെള്ളം കീപ്പ് ചെയ്യണം. ഈ BOD അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന BOD 100 ppmന് താഴെയാണ്. 100 ppm ആണെങ്കിൽ അതിനെ വീക്ക് എന്നാണ് പറയുന്നത്. ഇനി ഇത് 300 ppmന് മുകളിലാണെങ്കിൽ ഈ സീവേജിനെ നമുക്ക് എന്താ പറയാം, സ്ട്രോങ് സീവേജ് എന്ന് പറയാം. സീവേജ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ BOD 90% കുറഞ്ഞിരിക്കും. അതായത് അതിനകത്ത് ഓർഗാനിക്കായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസംസും ഉണ്ടാവുകയില്ല, അതല്ലെങ്കിൽ ഒരു ഓർഗാനിക് മാറ്ററും ആ വെള്ളത്തിൽ ഉണ്ടാവില്ല. അടുത്തതാണ് COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇതും അതിലുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ കണക്കറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു സാമ്പിളിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലെയുള്ള കെമിക്കൽ ഓക്സിഡൻസ് ചേർത്താൽ എത്രത്തോളം റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് അവിടെ ഓക്സിജന് വേണ്ടിയിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുമ്പം അതിനുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ കണക്കൂടെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇനി ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ് വെച്ചാൽ TOD ആണ്. ഇതും ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ബേൺ ദി ഹോൾ സാമ്പിൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് BOD ആണ്. എല്ലാത്തിനും ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കണം. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് MCQ നോക്കാം. ഡാഷ് റെപ്രസെൻറ്റ്സ് ദ ഹെവിയർ ഇനർട്ട് മാറ്റർ ഇൻ വേസ്റ്റ് വാട്ടർ. വേസ്റ്റ് വാട്ടറിലെ ഹെവിയർ ആയിട്ടുള്ള ഇനർട്ട് മാറ്റർ ഏതാണ്? ഗ്രിറ്റ് നമ്മൾ പറഞ്ഞില്ലേ പ്രിലിമിനറി ചേമ്പറിൽ വരുന്നത്, അതായത് വലിയ തടി അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി അടിഞ്ഞു കൂടുന്നതാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് നൈറ്റ് സോയിൽ? നൈറ്റ് സോയിൽ എന്താണ്? നൈറ്റ് സോയിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ, ആനിമൽ എക്സ്ക്രീറ്റ, യൂറിയ, ഈ 3 കാര്യങ്ങളും ഉൾപ്പെടും. നെക്സ്റ്റ്, ദ സിസ്റ്റം ടു കളക്ട് നൈറ്റ് സോയിൽ, ഗാർബേജ് എക്സെട്ര ഇൻ സെപ്പറേറ്റ് വെസൽസ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ പൂൾസ് ആൻഡ് പിറ്റ്സ് ഈസ് കോൾഡ് കൺസർവൻസി സിസ്റ്റം. ഇതൊരു ഓൾഡ് മെത്തേഡ് ഓഫ് ഡിസ്പോസലാണ്. അതായത് നൈറ്റ് സോയിലും ഗാർബേജും ഒക്കെ പ്രത്യേകം വെസൽസിൽ കളക്ട് ചെയ്ത ശേഷം ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ റിലേറ്റീവ്ലി ക്ലീൻ വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്ത്സ്, സിങ്ക്, വാഷിംഗ് മെഷീൻസ് ആൻഡ് അതർ കിച്ചൺ അപ്ലയൻസ് ഈസ് കോൾഡ് ഗ്രേ വാട്ടർ. അതായത് കഴുകുന്ന ആ വെള്ളം, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള വെള്ളത്തിനെയൊക്കെയാണ് നമ്മൾ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. യെല്ലോ വാട്ടർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉള്ളതാണ് യെല്ലോ വാട്ടർ. ബ്ലാക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ ബാത്റൂമിലെയും ടോയ്ലറ്റ്സിലും വരുന്ന വെള്ളമാണ്. വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഇതിനെല്ലാം ജനറലായിട്ട് പറയുന്നത്. അതായത് ഈ വാട്ടർ വേറെ ഒരു പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുകയില്ല. ദ ടോളറൻസ് ലിമിറ്റ് ഓഫ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് സീവേജ് ടു ബി ഡിസ്പോസ്ഡ് ഓൺ ലാൻഡ് ഈസ് ഓപ്ഷൻ C 500 ppm,
നമ്മൾ പറഞ്ഞിരുന്നു 100 ppm ആണെങ്കിൽ ഈ സീവേജിനെ നമ്മൾ വീക്ക് എന്ന് പറയും, 300 ppm ആണെങ്കിൽ സ്ട്രോങ് ആണെന്ന് പറയും. സീവേജ് നമ്മൾ സീ വാട്ടറിലേക്ക് കടലിലേക്ക് ഒഴുക്കണമെങ്കിൽ BOD എത്ര ആയിരിക്കണം? 100 ppm എങ്കിലും ആയിരിക്കണം. ഇനി കരയിലേക്കാണെങ്കിൽ കളയുന്നതെങ്കിൽ 500 ppm ആയിരിക്കണം. ബോത്ത് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ആൻസർ ഡിസ്റ്റിലേഷൻ. ബോയിലിങ്ങിൽ ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് മാത്രമേ പോവുകയുള്ളൂ, പെർമനൻ്റ് ആയിട്ടുള്ളത് പോകത്തില്ല. അപ്പം ഡിസ്റ്റിലേഷനിൽ മാത്രമേ എന്താണ് ഈ 2 ഹാർഡ്നെസ്സും പോവുകയുള്ളൂ. കോളിഫോം ബാക്ടീരിയ ഇൻ വാട്ടർ ഈസ് ഇൻഡിക്കേഷൻ ഓഫ് പ്രസൻസ് ഓഫ് ആൻസർ ഹ്യൂമൻ എക്സ്ക്രീറ്റ. കോളിഫോം ബാക്ടീരിയ വാട്ടറിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെള്ളത്തിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ മിക്സ് ആയിട്ടുണ്ടെന്നാണ്. ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഈസ് സംടൈം റെഫേർഡ് ആസ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എവിടെയായിരുന്നു? സീവേജ് പഠിച്ചപ്പോഴാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലൂയിഡ് ബെഡ് ബയോളജിക്കൽ ഓക്സിഡേഷൻ സിസ്റ്റം. BOD, COD, TOD ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം ചോദിക്കും. BOD എന്ന് വെച്ചാൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, COD കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. വെൻ ടെമ്പററി ഹാർഡ് വാട്ടർ ഈസ് ബോയിൽഡ് വൺ ഓഫ് ദി സബ്സ്റ്റൻസ് ഫോംഡ് ഈസ്, അതായത് ഹാർഡ് വാട്ടർ ഉണ്ട്, ഹാർഡ്നെസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് പോകുന്നത്. അത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ഏതാണ്? റെയിൻ വാട്ടറാണ്. ബാക്കി റിവറും പോണ്ടും വെല്ലും എല്ലാം കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റെയിൻ വാട്ടറാണ് പ്യുവറസ്റ്റ് ഫോം ഓഫ് നാച്ചുറലി ഒക്കറിങ് വാട്ടർ. നെക്സ്റ്റ്, കാർഗോൺ ഈസ് യൂസ്ഡ് ഫോർ ദി റിമൂവൽ ഓഫ് ആൻസർ പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ബോത്ത് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് വാട്ടർ വിത്ത് ആൻസർ സോഡിയം കാർബണേറ്റ്. അപ്പോൾ സോഡിയം കാർബണേറ്റ് ചേർത്ത് വാട്ടർ ബോയിൽ ചെയ്താൽ 2 ടൈപ്പ് ഹാർഡ്നെസ്സും ഇല്ലാതാവും. മാക്സിമം ഡിസൈറബിൾ ലിമിറ്റ് ഓഫ് മെർക്കുറി ഇൻ ദി ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൽ എത്രയാണ് മെർക്കുറിയുടെ ലിമിറ്റ്? നമ്മൾ ആദ്യത്തെ ടേബിളിൽ പഠിച്ചിരുന്നു. ആർസനിക്, ലെഡ്, മെർക്കുറി ഇതിൻ്റെയൊക്കെ അളവ്. മെർക്കുറി ആണെങ്കിൽ 0.001 mg/L ആണ് മാക്സിമം ലിമിറ്റ്. മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ടർബിഡിറ്റി ഇൻ ഡ്രിങ്കിങ് വാട്ടർ 10 NTU ആണ്. ഇനി പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ. എന്തുകൊണ്ടാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. നമ്മൾ പെർമനൻറ്റ് പറഞ്ഞപ്പോൾ എന്താണ്? ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ആണ് പറഞ്ഞത്. ടെമ്പററി ആകുമ്പോഴത്തേക്ക് എന്താണ്? ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് യൂസസ് ഡാഷ് ടു കൺസ്യൂം വേസ്റ്റ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്താണ് വേസ്റ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സീവേജിൽ ഉപയോഗിക്കുന്നത്? മൈക്രോ ഓർഗാനിസം. അവിടെയാണ് സൂഗ്ലിയൽ ലെയർ അല്ലെങ്കിൽ ബയോളജിക്കൽ ലെയർ ഒക്കെ ഫോം ചെയ്യുന്നത്. മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഡിസോൾവ്ഡ് സോളിഡ്സ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് 2000 mg/L. ഇതെല്ലാം നമ്മൾ ആദ്യം ഒരു ടേബിൾ തന്നിരുന്നു, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മാക്സിമം ലിമിറ്റ് ഓഫ് ലെഡ് ഇൻ ദി ഡ്രിങ്കിങ് വാട്ടർ 0.05 mg/L. ലെഡ്, കാഡ്മിയം, ആർസനിക് അതെല്ലാം ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഡിൻ്റെ ആകുമ്പം 0.05 mg/L ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ ഓപ്ഷൻ 0.5, 0.005 ഇങ്ങനെ പല ഓപ്ഷൻസ് തരും. അപ്പം 0.05 എന്ന് തന്നെ ഓർത്ത് വയ്ക്കുക. മാക്സിമം ലിമിറ്റ് ഓഫ് ഹാർഡ്നെസ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ 300 ppm. ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ എത്രയാണ് ലിമിറ്റ്? 300 ppm ആണ്. ഇൻ എ സ്ലഡ്ജ് ടാങ്ക് ദ ഗ്യാസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഈസ് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. സ്ലഡ്ജ് ടാങ്കിൽ എന്താണ് സാധാരണ ഫോം ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സ്ലഡ്ജ് ടാങ്കൊക്കെ നമ്മൾ പഠിച്ചത് സീവേജിലാണ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം വന്ന് സെഡിമെൻറ്റ് ചെയ്യുന്ന ടാങ്കാണ് സ്ലഡ്ജ് ടാങ്ക്. അവിടെ ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. സോയിൽ ആൻഡ് സാൻഡ് ഈസ് സെറ്റിൽഡ് അറ്റ് ദ ബോട്ടം ഈസ് ഗ്രിറ്റ് ടാങ്ക്. സോയിലും സാൻഡും ഒക്കെ വന്ന ഒരു പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞായിരുന്നു സീവേജിൽ. അപ്പോൾ ആദ്യത്തെ ടാങ്കാണ് ഗ്രിറ്റ് ടാങ്ക്. അതായത് സോളിഡ് ആയിട്ടുള്ള തടി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നടിയുന്നതാണ് ഗ്രിറ്റ് ടാങ്ക്. ദ റിമൈനിങ് സീവേജ് ആഫ്റ്റർ ഇറ്റ് ഹാസ് പാസ്ഡ് ത്രൂ ദി സ്ലഡ്ജ് ടാങ്ക് ഈസ് നോൺ ആസ്.
അതായത് സ്ലഡ്ജ് ഫോം ചെയ്യുമല്ലോ, അടിയുമല്ലോ, അതിന് ശേഷമുള്ള വാട്ടറിനെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? എഫ്ലുവൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ക്ലോറിനേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വാട്ടറാണ് എഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. ബാക്കി സ്ലഡ്ജ് ഫോം ചെയ്തതാണ് നമ്മൾ ഫാമിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഡിവൈസസ് വിച്ച് റിമൂവ് മെറ്റീരിയൽസ് വിച്ച് വുഡ് ഡാമേജ് എക്യുപ്മെൻറ്റ് ഓർ ഇൻ്റർഫിയർ വിത്ത് എ പ്രോസസ് ഈസ് കോൾഡ് സ്ക്രീനിങ് ഡിവൈസസ്. അതായത് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉപകരണങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സിനെയൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന വലിയ മെറ്റീരിയൽസിനെ എല്ലാം മാറ്റുന്ന പ്രൊസീജിയറാണ് സ്ക്രീനിങ്. അതിൻ്റെ പേരാണ് സ്ക്രീനിങ് ചേമ്പർ അല്ലെങ്കിൽ ഗ്രിറ്റ് ചേമ്പർ. നെക്സ്റ്റ് COD മീൻസ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. It means amount of oxygen that would be removed from the water in order to oxidize pollution. നമ്മൾ പറഞ്ഞല്ലോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പോലെയുള്ളവ സാമ്പിളിൽ മിക്സ് ചെയ്ത ശേഷം എത്രത്തോളം ഓക്സിജൻ ഡിമാൻഡ് വേണ്ടി വരും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആൻഡ് സീവേജ് മെത്തേഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ടോപ്പിക്കും വലിയ ടോപ്പിക്സാണ്. അപ്പം മാക്സിമം ഷോർട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ തന്നെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനത് ടെലിഗ്രാമിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിടാം. ടെക്സ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ PDF ഇല്ല. അപ്പം ഏതെങ്കിലും പോർഷൻ ഇപ്പം എന്തെങ്കിലും സീവേജിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാലും മതി. അതിൻ്റെ ഫോട്ടോ എടുത്ത് ടെലിഗ്രാമിൽ ഇട്ട് തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്